pairs of equation pairs of equation. The third chapter, pairs of equations. സമവാക്യ ജോഡികൾ. ഓക്കെ, വളരെ എളുപ്പമുള്ള ചാപ്റ്ററാണ്, ചെറിയ ചാപ്റ്ററാണ്. നമ്മളെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ മാതിരി കുറെ ടൈമൊന്നും എടുക്കൂല, പെട്ടെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകാനും എളുപ്പം. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഒരുപാട് കൺസെപ്റ്റുകളൊക്കെ ഉണ്ട്, അതൊക്കെ കറക്റ്റ് ചിത്രങ്ങളൊക്കെ കറക്റ്റായി ഇറക്കേണ്ടതുകൊണ്ട് അങ്ങനെ ടൈം എടുത്തു. ഓക്കെ, പെയേഴ്സ് ആണ്, ജോഡികൾ. ജോഡി എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം വേണം, അങ്ങനെയുള്ള ഇക്വേഷൻസ്. അതായത് രണ്ട് ഇക്വേഷൻ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. 8ാം ക്ലാസ്സിൽ നിങ്ങൾ സമവാക്യങ്ങൾ പഠിച്ചു, ഇക്വേഷൻസ്. അങ്ങനെയുള്ള രണ്ട് സമവാക്യങ്ങൾ വെച്ചിട്ട്, രണ്ട് ഇക്വേഷൻ വെച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അതാണ് ജോഡികൾ, സമവാക്യ ജോഡികൾ. നമുക്ക് തുടങ്ങാം. രണ്ടു സമവാക്യമായി ബന്ധിപ്പിച്ചുള്ള കാര്യങ്ങൾ പറയും, അതിനെ നമ്മൾ രണ്ട് ഇക്വേഷൻ ആക്കി മാറ്റും. എന്നിട്ട് അത് ഇക്വേഷനിലെ വാരിയബിൾ ഏതാണോ, ചരങ്ങൾ ഏതാണോ, അതിന്റെ വാല്യൂസ് കണ്ടുപിടിക്കും. അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. എഴുതിക്കോളൂ ചോദ്യം. രണ്ടു സംഖ്യകളുടെ തുക, രണ്ടു സംഖ്യകളുടെ തുക 13, തുക 13, വ്യത്യാസം 5-മാണ്. രണ്ട് സംഖ്യകളുടെ തുക 13-ഉം വ്യത്യാസം 5-മാണ്. എങ്കിൽ സംഖ്യകൾ ഏതെല്ലാം? എങ്കിൽ സംഖ്യകൾ ഏതെല്ലാം? ഇംഗ്ലീഷ് പഠിക്കാൻ ഏതാ? ക്വസ്റ്റ്യൻ: the sum of two numbers, the sum of two numbers is 13. The sum of two numbers is 13. Sum of two numbers is 13, and their difference is 5. ഡിഫറൻസ് 5 ആണ്. വ്യത്യാസം 5. ഡിഫറൻസ് ഫുൾ സ്റ്റോപ്പ്. What are the numbers? What are the numbers? വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ചാപ്റ്ററിലെ ഏറ്റവും ഈസി ആയിട്ടുള്ള 1-2 ക്വസ്റ്റ്യനിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞത്. നോക്കിയിരുന്നോ? ഇത് ആലോചിച്ചാൽ തന്നെ നമുക്ക് കിട്ടാന്നുള്ളൂ. രണ്ട് സംഖ്യ കൂട്ടിയാ 13. കൂട്ടിയാ 13 എന്ന് പറഞ്ഞാൽ ഒരു 10ഉം 3ഉം 13ആണ്. 12ഉം 1ഉം 13ആണ്. പിന്നെ 5ഉം 8ഉം 13ആണ്. അങ്ങനെ കുറെ 13 ഉണ്ടാവും. കൂട്ടിയ 13 കുറെ സംഖ്യ ഉണ്ടാവും. കൂട്ടിയ 13 മാത്രം പോരാ, അതേ സംഖ്യയിൽ കുറച്ച 5ഉം കിട്ടണം. കുറച്ച 5 കിട്ടുന്ന സംഖ്യ 6ഉം 1ഉം കുറച്ച 5ആണ്. 7 2ഉം 10ഉം 5ഉം കുറച്ച 5ആണ്. 20ഉം 15ഉം കുറച്ച 5ആണ്. അപ്പൊ കുറച്ച 5 കിട്ടുന്ന കുറെ സംഖ്യയാണ്. കുറച്ചാൽ 5 മാത്രം പോരാ, കൂട്ടിയാൽ 13 ആകണം. കൂട്ടിയ 13 മാത്രം പോരാ, അവർ കുറച്ചാൽ 5 കിട്ടും. ഇത് രണ്ടും ശരിയാകുന്ന ഒറ്റ ജോഡിയെ ഈ ലോകത്തുള്ളൂ. അതാണ് നമ്മളെ ആൻസർ. നോക്കിയോളൂ.
ഒരു സെക്ഷൻ മാത്രമായിരുന്നെങ്കിൽ കുറെ ആൻസർ പറയാം. തുക 13 വരുന്ന രണ്ട് സംഖ്യകൾ പറഞ്ഞ അപ്പൊ കുറെ ഉണ്ടോ? 13 തുക വരുന്നേ 10ഉം 3ഉം 13, 11ഉം 2ഉം 12ഉം 1ഉം അല്ലെങ്കിൽ 13 0, 9 4, 8 5 അങ്ങനെ ഒരുപാടുണ്ട്. 20, -7, 20ഉം -7ഉം കൂട്ടിയ 13, 15, -2 കൂട്ടിയ 13. അപ്പോ കൂട്ടിയ 13 കിട്ടുന്ന ഒരുപാട് സംഖ്യകൾ ഇഷ്ടംമാരുണ്ട്. അതവിടെ കട്ടെ. ഇനി നമുക്ക് മറ്റേ സെക്ഷൻ മാത്രം പറയാം. ഏതാ? വ്യത്യാസം 5 വരുന്ന, കുറച്ചാൽ 5, കുറച്ചാൽ 5 കിട്ടുന്ന തമ്മിൽ വ്യത്യാസം 5 ആക്കിയില്ലെങ്കിൽ 5 ആകരുത് പറഞ്ഞാൽ മതി. 100ഉം 95, 74ഉം 79, 98ഉം 93, 5ഉം 0, 10 5, 15 10, 15 20, 20 25, 25 30 ഇതൊക്കെ കുറച്ച 5 തരുന്ന പോലാണ്. കൂട്ടിയ 13 കിട്ടുന്നത് ഒരുപാടുണ്ട്, കുറച്ചാൽ 5 കിട്ടുന്നത് ഒരുപാടുണ്ട്. എന്നാൽ രണ്ടും ഒരേ സമയം ശരിയായി വരുന്ന, കൂട്ടിയ 13 ആവണം, അതേ സമയം കുറച്ചാൽ 5ഉം ആവണം. അങ്ങനെയുള്ള ഒരു ജോഡി ഉണ്ടാവുള്ളൂ. ഒറ്റ പേർ എന്ന് പറഞ്ഞാൽ രണ്ട് സംഖ്യകൾ ഉണ്ടാവും. അതാണ് ഊഹിച്ചാൽ കിട്ടും. ഇതൊക്കെ നമുക്ക് ഊഹിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ ആ സംഖ്യ കണ്ടുപിടിക്കുക എന്നുള്ളത് പറയാം. നമുക്കൊരു കാര്യം ചെയ്യാം. ആ രണ്ട് സംഖ്യകളാണ് കാണേണ്ടത്. കൂട്ടിയാൽ 13 കിട്ടുന്ന, കുറച്ചാൽ 5 കിട്ടുന്ന രണ്ട് സംഖ്യകൾ അന്വേഷിച്ചാണ് നമ്മൾ പോണത്. അത് നമുക്ക് അറിയില്ല എന്നാണ് കരുതുക. നമുക്ക് തൽക്കാലം ഒരാളെ എക്സ് എടുക്കാം, മറ്റേയാളെ വൈ എടുക്കാം. ഓക്കെ, എഴുതിക്കോളൂ. സംഖ്യകൾ നമുക്കറിയില്ലല്ലോ ഏതൊക്കെ സംഖ്യകൾ. എക്സ് കോമ വൈ എന്നെടുക്കുക. ലെറ്റ് ദ നമ്പേഴ്സ് ആർ എക്സ് ആൻഡ് വൈ. എഴുതിക്കോ. സംഖ്യകൾ എക്സ് കോമ, സംഖ്യകൾ എക്സ് കോമ വൈ എന്ന് എടുക്കുക അല്ലെങ്കിൽ എന്ന് കരുതുക. ടേക്ക് ദ നമ്പേഴ്സ് ആസ് എക്സ് ആൻഡ് വൈ, അല്ലെങ്കിൽ ലെറ്റ് ദ നമ്പേഴ്സ് ആർ, അസ്യൂം ദ നമ്പേഴ്സ് ആർ. ആ രണ്ട് സംഖ്യകളാണ് എക്സും വൈ. നമ്മൾക്ക് അറിയില്ല, അത് കണ്ടുപിടിക്കാൻ പോവാണ്. അത് നമ്മൾ എക്സും വൈ ആണ് ആ സംഖ്യ എന്ന് വെറുതെ കരുതുക. എങ്ങനെ പ്രത്യേകത ഉള്ളതാ? കൂട്ടിയാൽ എത്ര പറഞ്ഞത്? കൂട്ടിയാ 13 അല്ലെ? അതുപോലെ കുറച്ച 5. അങ്ങനെയുള്ള രണ്ട് നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ഡമ്മികളെ കൊണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് രണ്ട് ആൾക്കാർ, എക്സും വൈയും, എന്നിട്ട് നമുക്ക് ചെയ്തു നോക്കാം. ഇതാണ് ആ രണ്ട് നമ്പറുകൾ എന്ന് കരുതാം. ഇനി എങ്ങനെയാവണം ആളെ കണ്ടുപിടിക്കണമെങ്കിൽ, അതിന്റെ ഒറിജിനൽ കാണണമെങ്കിൽ, ഇത് ഡ്യൂപ്ലിക്കേറ്റ് ഡമ്മിയാണ്, ഇതിന്റെ ഒറിജിനൽ കാണണമെങ്കിൽ അത് ക്വസ്റ്റിൽ പറഞ്ഞ പ്രകാരമൊക്കെ ആക്കിക്കൊണ്ടിരണം. കൂട്ടിയ 13 ആകണം, കുറച്ചാല് 5ഉം ആകണം. എന്താ? അപ്പൊ നമുക്ക് തന്നിരിക്കുന്നു തുക, അതായത് സമ്മ്. തുക ഇംഗ്ലീഷ് മീഡിയക്കാര് സമ്മ് ചെയ്ത തുക എത്ര എടുക്കണത്? തുക 13 ആണ് അല്ലെ? ഇതിന് തുക എന്ന് സമ്മ് പറഞ്ഞ കൂട്ട, അതായത് എക്സ് പ്ലസ് വൈ, അതാണ് 13. ഇതാണ് ഒരു ഇക്വേഷൻ. പേഴ്സ് ഓഫ് ഇക്വേഷനിലെ ഒരു ജോഡിയിലെ ഒന്നാമത്തെ ആൾ. തുക എന്ന് പറയുന്ന സമ്മ് 13 ആണ്. ഇത് തന്നതാണ്, അതിന് പകരം നമ്മൾ ഇങ്ങനെ മാറ്റി സമവാക്യം. പിന്നെ നമുക്ക് തന്നിരിക്കുന്ന വ്യത്യാസം അല്ലെ? വ്യത്യാസം, ഡിഫറൻസ് തന്നിരിക്കുന്നു. എത്ര? 5. എക്സ് വൈയും തമ്മിലുള്ള വ്യത്യാസം, എക്സ് മൈനസ് വൈയോ വൈ മൈനസ് എക്സ് ഒന്നും കുഴപ്പമില്ല. നമ്മൾ തൽക്കാലം എക്സ് വൈ മൈനസ് കേട്ടോ. എക്സ് മൈനസ് വൈ, ഇതാണ് അവർ തമ്മിലുള്ള വ്യത്യാസം. ഇവർ കൂട്ടിയാൽ 13 ആകണം, കുറച്ചാൽ 5 ആകണം. അങ്ങനെയുള്ള രണ്ട് ഒറിജിനൽ കാണാൻ വേണ്ടിയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ടുപോവാ. എക്സും വൈയും കൂട്ടിയാൽ 13, എക്സ് വൈ കുറച്ചാൽ 5. ഇതാ ഇത് രണ്ടാമത്തെ സമം. എഴുതിക്കോളൂ. ക്ലാസ്സില കേൾക്കാൻ
എഴുതിയോ? രണ്ട് ഇക്വേഷൻ. കിട്ടിയ? രണ്ട് സമവാക്യം കിട്ടിയ? കിട്ടിയില്ലേ മക്കളെ? ഇനി ചെയ്യേണ്ടത് ആ രണ്ട് ഇക്വേഷൻ ഒപ്പെടുത്തിയത്. ഒന്നാമത്തെ കഴിഞ്ഞ് രണ്ട് വരി കഴിഞ്ഞാൽ രണ്ടാമത്തെ രണ്ടടുപ്പിച്ച് ചെയ്ത ആ രണ്ടിന് ചോട്ടിട്ട് ഒന്ന് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒന്നിന് ചോട്ടിട്ടുണ്ട്. ഞാൻ ഇത് രണ്ടും ഒപ്പം. ഇപ്പൊ ഇതൊന്നും കുഴപ്പമില്ല, കുറച്ചും കഴിഞ്ഞാൽ നമ്മൾ റിസ്ക് വരാം. ഇതൊക്കെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ. ഇത് ഒരു എക്സ് ആണ്, ഇതും ഒരു എക്സ് ആണ്. ഇത് ഒരു വൈ ആണ്, ഇത് ഒരു വൈ ആണ്, പക്ഷെ മൈനസ്. ഈ രണ്ട് ഇക്വേഷൻസ് വേണമെങ്കിൽ നമുക്ക് കൂട്ടാം, കുറക്കാം, ഒരു പ്രത്യേക സംഖ്യ കൊണ്ട് ഗുണിക്കൊക്കെ ചെയ്യാം. അതൊക്കെ നമുക്ക് കുറച്ച് കഴിഞ്ഞ് വരാം. ഇതിപ്പോ ഒരെക്സും ഒരെക്സും കൂട്ടിയാൽ 2x ആവും, കുറച്ചാലോ 0x. ഒരെക്സ് ഒരെക്സ് കുറച്ചാൽ 0x. ഇത് ഒരു വൈ ആണ്, മൈനസ് ഒരു വൈ ആണ്. ഒരു വൈയും മൈനസ് ഒരു വൈയും കൂട്ടിയാലാണ് 0. ഇവര് കുറച്ചാൽ 2y അല്ലെങ്കിൽ മൈനസ് 2y ഒക്കെ കിട്ടും. അപ്പോ ഒന്നെങ്കിൽ എക്സ് അവിടുന്ന് പോയി വൈ മാത്രമാവണം, അല്ലെങ്കിൽ വൈ പോയിട്ട് എക്സ് മാത്രമാണ്. ഒരാളുടെ വാല്യൂ കിട്ടും, രണ്ടാളെ വില ഒപ്പം കിട്ടില്ല. ഏതിന്റെയും ഒരാളെ വില ആദ്യം കണ്ടുപിടിക്കുക, എന്നിട്ട് ആ കിട്ടിയ വില ഇവിടെ എവിടെയെങ്കിലും കൊടുത്തിട്ട് രണ്ടാമത്തെ ആൾ. നമ്മൾ ആൻസറുകൾ ആലോചിച്ചാൽ കിട്ടും. കൂട്ടിയ 13ഉം കുറച്ച 5ഉം കിട്ടുന്ന സംഖ്യ 9ഉം 4ഉം. 9 4 കൂട്ടിയ 13 അല്ലേ? 9 4 കുറച്ചാലോ? നമ്മൾ ആൻസർ 9ഉം 4ഉം ആണ് വരിക. അത് ആലോചിച്ചിട്ട് ആ നമ്പർ ആലോചിച്ചിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കും. ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാന്നുള്ളൂ, ശ്രദ്ധിച്ച് ചെയ്താൽ മതി. അപ്പോ ഇവിടെ നമ്മൾ ഈ ഇക്വേഷൻ കൂട്ടിയാൽ എക്സ് ഇവിടെ ഉണ്ടാവും, വൈ പോകും. മതി, അങ്ങനെ ചെയ്താൽ മതി. എക്സ് ഉണ്ടാവില്ല, വൈ പോകും. കുറക്കാണെങ്കിൽ വൈ ആണ് ഇവിടെ ഉണ്ടാകുക, എക്സ് മതി. ഏതെങ്കിലും ഒന്ന് പോകണം, എന്നിട്ടേ മറ്റത് കിട്ടുള്ളൂ. ഏതെങ്കിലും ഒന്ന് കാണാൻ വേണ്ടിട്ട് നമ്മൾ ഈ രണ്ട് ഇക്വേഷനും കൂട്ടാം. ഒന്നാമത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനും കൂട്ടാണ്ടോ, പ്ലസ് ചെയ്യണേ. ഇതാ, അപ്പൊ എന്ത് സംഭവിക്കുന്നോ? ഇത് ഒരെക്സും ഒരെക്സ്, എക്സും എക്സും കൂട്ടിയ 2x. ഒരു എക്സ് ആണ്, ഒന്നാണ് വൈ. ഒരെക്സും ഒരെക്സും കൂട്ടിയ 2. ഇത് ഒരു വൈയും ഇങ്ങനെ എവിടെയും പ്ലസ് ആണെങ്കിൽ അപ്പൊ മൊത്തം മാറ്റം. ഒരു വൈയും കൂട്ടിയ 2y. പക്ഷെ ഇത് ഒരു വൈ അല്ല, ഇത് മൈനസ് ഒരു വൈ. ഒരു വൈയും മൈനസ് ഒരു വൈയും കൂട്ടിയ അത് രണ്ടും കൂട്ടിയ 0 ആവും. 1ഉം മൈനസ് 1ഉം 0 വരാം. അപ്പൊ ഇത് 0y എന്ന് വരാം, അല്ലെങ്കിൽ 0 കേട്ടോ. ഇത് 2x, ഒരെക്സും ഒരെക്സും 2x ആവും. ഇത് തമ്മിൽ വേറെ വേറെ ചിഹ്നം ആണെങ്കിൽ 0 മാറും. ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അതിനാണ് കുറച്ചുകൂടി വലിയ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് എത്രമാത്രം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഈക്വൽ ടു 13ഉം 5ഉം കൂട്ടിയാൽ 18. ഒരെക്സും ഒരെക്സും കൂട്ടിയാൽ 2x. ഒരു വൈയും മൈനസ് ഒരു വൈയും ആയതുകൊണ്ട് 0, അത് വെട്ടിപ്പോയി 0 ആവും. 13ഉം 5ഉം കൂട്ടിയാൽ 18. ഇനി നോക്ക്, ഇത് 2x പ്ലസ് 0 വേണ്ട, 2x ഈക്വൽ ടു 18. അപ്പൊ x എങ്ങനെ കാണാം? ഇവിടെയുള്ള ഗുണിക്കണം 2 അങ്ങോട്ട് പോകുമ്പോ ഹരിക്കണം 2. 18/2 എത്ര? 9 അല്ലെ? അപ്പൊ x കിട്ടി 9. നമ്മള് രണ്ട് സംഖ്യകളല്ലേ എക്സും വൈയും, അതിൽ ഒരാൾ 9 ആണ്. ഒരാൾ 9 ആണെങ്കിൽ മറ്റേ ആൾ ആലോചിച്ചാൽ കിട്ടും. അല്ലാതെ തന്നെ രണ്ടും ആലോചിച്ചാൽ കിട്ടാവുന്ന ഉത്തരങ്ങളാണ്. 9 ആണ്, 13 ആവണമെങ്കിൽ ഇപ്പൊ ഇനി ബാക്കി 4. മറ്റേ ആൾ 4 വരണ്ടേ, അങ്ങനെ ആലോചിച്ചാൽ കിട്ടും. ഇല്ലെങ്കിൽ എക്സ് സമം 9 കിട്ടിയില്ലേ? ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ എഴുതാം ആദ്യം. ഇത് കഴിഞ്ഞിട്ട് ഒന്നെങ്കിൽ ഇത് അല്ലെങ്കിൽ ഇത്. ഇതാവും നല്ലത്, കാരണം ഇതിൽ മൈനസുകളൊന്നുമില്ല. മൈനസ് ഇല്ലാത്തതാണെങ്കിൽ നല്ലത്, കാരണം മൈനസ് ഒക്കെ ചിലപ്പോൾ മിസ്റ്റേക്ക് വന്നില്ല. ഇനി x + y = 13. ഈ ഒന്നാമത്തെ ഇക്വേഷൻ എടുത്ത് ചെയ്താൽ
ഈ എക്സിനെ കണ്ടാൽ 9 കൊടുക്കണ്ട, എക്സിന് പകരം 9 ഇവിടെ കൊടുക്കുമ്പോ 9 പ്ലസ് വൈ അതുപോലെ ഇടാം. നമ്മൾ വൈ അന്വേഷിച്ച് പോവാണ്. 13ഉം വൈയും അതുപോലെ ഇട്ടു, എക്സിന് പകരം മാത്രം വാല്യൂ കൊടുത്താൽ മതി. ഇനി വൈ എഴുതി 13 എഴുതി, 13ഉം വൈ എഴുതി പ്ലസ് 9 അങ്ങോട്ട് പോയാൽ -1. 13 9 പോയേക്കാം 4, വൈ സമം 4, 9ഉം 4ഉമാണ്. എക്സും വൈ അല്ലേ നമ്മൾ കരുതിയ രണ്ടാളുകൾ, ഡ്യൂപ്ലിക്കേറ്റ് ഡമ്മി. അതിന്റെ ഒറിജിനലാ 9ഉം 4. സംഖ്യകൾ 9,4 ട്ടോ. ഇത് എഴുതാം. ഈ സമവാക്യം എഴുതിയിട്ട് എക്സിന് 9 കൊടുത്തു എഴുതാം. എഴുതിക്കോ. എഴുതിയോ? ലാസ്റ്റ് ചെയ്താ സംഖ്യകൾ 9,4. Numbers are 9 and 4 ട്ടോ. സംസാരിക്കണ സൗണ്ട് ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാ. ഇതുപോലെ തന്നെ എഴുതിക്കോളൂ ട്ടോ. രണ്ട് സംഖ്യകളുടെ തുക 32. രണ്ട് സംഖ്യകളുടെ തുക 32. വ്യത്യാസം തുക എത്ര? 32 അല്ലെ. വ്യത്യാസം 18. രണ്ട് സംഖ്യകളുടെ തുക 32. വ്യത്യാസം 18. അയാൾ സംഖ്യകൾ ഏവ? സംഖ്യകൾ ഏവ? ക്വസ്റ്റ്യൻ മാർക്ക് ഇംഗ്ലീഷ് മീഡിയം എഴുതാം. The sum and difference. The sum and difference of two numbers. The sum and difference of two numbers
are 32 and 18 respectively. 32 and 18. And 18 respectively. What are the numbers? പിന്നെ ഇതിന് ആൻസർ കാണാൻ എളുപ്പമാർഗം ഒന്ന് വെറുതെ പറയാം കേട്ടോ, ആവശ്യം വന്നേക്കും നിങ്ങൾ. സമ്മം തരും, ഡിഫറൻസ് തരും, തുകയും തരും, വ്യത്യാസം തരും. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റിനെ വെച്ച് പറയാം കേട്ടോ. കഴിഞ്ഞ ക്വസ്റ്റിനിൽ ഇതാണ് സമ്മ്, തുക ഇതായി. ആ സംഖ്യകൾ 9, 4 കിട്ടി. അത് കിട്ടാനുള്ള ഒരു എളുപ്പമാർഗം പറയണേ, ശ്രദ്ധിച്ചോ. നമുക്ക് തുകയിൽ നിന്നിട്ട് വ്യത്യാസം തരും. ആ രണ്ട് സംഖ്യകൾ കിട്ടാനുള്ള എളുപ്പമാർഗം, തുകയും വ്യത്യാസം 13, 5 അല്ലേ, അതാണ് കൂട്ടുക. അതാണ് കൂട്ടിയോക്ക. അത് കൂട്ടി എത്ര കിട്ടുക? 18. ഇത് തമ്മിൽ കൂട്ടുക, തുകയും വ്യത്യാസം തന്നാൽ ആ തുകയും വ്യത്യാസം കൂട്ടുക 18. അതിന്റെ പകുതി ആയിരിക്കും ഒരു നമ്പർ. തുക ഇത് രണ്ടും കൂട്ടുക, അതിന്റെ പകുതി ആയിക്കാരം ഒരു നമ്പർ അല്ലെ. ഇതല്ലേ ഒരു ആൻസർ വന്നേ? യെസ് സർ. ഇനി മറ്റേ ആൻസർ വരാൻ വലിയ കുഴപ്പമൊന്നുമില്ല. 9 കൂട്ടിയാ 13 ആലോചിച്ചാൽ മതി, ബാക്കി 4 കൂട്ടി. ഇല്ലെങ്കിൽ ഈ ഒരു മാർഗം, ഇത് തമ്മിൽ കൂട്ടിന്റെ പകുതിയാണിത്. ഇനി ഇവർ തമ്മിൽ കുറക്കുക, അതിന്റെ പകുതി. ഇവർ തമ്മിൽ കുറച്ചോക്കാം, ഇത് തമ്മിൽ കുറച്ചോക്കാം. 13, 5 കുറച്ച് 8 ആണ്. 8 അതിന്റെ പകുതി കണ്ടോ? ഇതായിരിക്കും ആൻസർ. ഇവിടെ വേണമെങ്കിൽ ആൻസർ ഒന്ന് പറയാം, പക്ഷെ നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പ് കറക്റ്റ് പറയും. ഇത് തമ്മിൽ കൂട്ടുക, അതിന്റെ പകുതി ആയിരിക്കും ഒരു ഉത്തരം. 32, 18 കൂട്ടിയോക്കാം. 32, 18 കൂട്ടി എത്ര? ഇത് കൂട്ടി 50 അല്ലേ? അൻപതാണിത്, അതിന്റെ പകുതി 25. ഇതാണ് ഒരു ആൻസർ. ഇനി തമ്മിൽ കുറച്ചാൽ വരുന്നത് 32, 18 കുറക്കുക. 23 ആണോ ആൻസർ? 25, 23 ആണോ ആൻസർ? 25, 23. ഇത് കൂട്ടിയാൽ 50, അതിന്റെ പകുതിയാണ് ആൻസറിൽ ഒരാള്. മറ്റേ ആളെ കിട്ടാൻ വലിയ കുഴപ്പമൊന്നുമില്ല. 25ക്ക് എത്ര കൂട്ടിയാലോ 32 ആകാൻ നോക്കിയാൽ മതി, 7. അല്ലെങ്കിൽ വേണ്ട, ഇത് തമ്മിൽ കുറക്കുക, അതിന്റെ പകുതി കിട്ടുക. ഇത് തമ്മിൽ കുറച്ച 14 കിട്ടുക, 14ന്റെ പകുതി 7. ഇത് രണ്ടാണ് ആൻസർ. 25ഉം 7ഉം കൂട്ടിയാൽ 32 ആണല്ലോ. 25ഉം 7ഉം കുറച്ച 18. 25ഉം 7ഉം ആണ് ആൻസർ വരിക. ഊഹിച്ചാൽ അങ്ങനെ കിട്ടാവുന്നുള്ളൂ. പക്ഷെ നമ്മൾ സ്റ്റെപ്പ് ശ്രദ്ധിച്ചോ. നമ്മൾ ചെയ്യല് എങ്ങനെയാണ്? നമ്മുടെ ആൻസർ നേരത്തെ ചെയ്ത് അതുപോലെ തന്നെ ചെയ്യാം. നോക്കിക്കോ, സംഖ്യകളെ എക്സും വൈ എടുക്കുക, അതിനെ തുക തന്നിരിക്കുന്നു. എക്സും വൈയും കൂട്ടിയാൽ എത്ര? തുക എത്ര? നിങ്ങളുടെ തുക സമ്മ് 32. ആ എക്സും വൈയും കുറച്ചാൽ 18. നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. ആ രണ്ട് സംഖ്യയിൽ എക്സ് വൈ എന്ന് എടുക്കുക. അല്ലെ നമ്പേഴ്സ് ആർ എക്സ് ആൻഡ് വൈ. അതിന്റെ തുക 32 ആയതുകൊണ്ട് എക്സ് പ്ലസ് വൈ 32 ആണ്. വ്യത്യാസം 18 ആയതുകൊണ്ട് എക്സ് മൈനസ് വൈ 18. ഇത്ര ഇരിക്കോ. നേരത്തെ ചെയ്ത മാതിരിയാണ് വിശദീകരിച്ച് എഴുതിക്കോ. ഈ രണ്ട് ഇക്വേഷൻ എഴുതുന്നത്.
ഒരെക്സും ഒരെക്സും ആണ് കൂട്ടിയ 2x. ഒരു വൈയും മൈനസ് ഒരു വൈയും അത് 0 ആവും. 32ഉം 18ഉം കൂട്ടിയ 50. 2x ഈക്വൽ ടു 50 ആണ്. അപ്പൊ എക്സ് എങ്ങനെ കാണുന്നോ ആ കൂട്ടിയതിന്റെ പകുതി. അങ്ങനെ തന്നെ നമ്മൾ കണ്ടുപിടിച്ചേ. കൂട്ടിയ 50ന്റെ പകുതി. എക്സ് സമ 25. എഴുതിക്കോളൂ. എക്സിന്റെ വാല്യൂ എക്സ് എന്ന് പറഞ്ഞാൽ 25ആണ്. ഒരു സംഖ്യ 25ആണ്. കൂട്ടിയ 32 കുറച്ചാൽ 18 കിട്ടുന്ന സംഖ്യകളിലെ ഒരു സംഖ്യ 25 ആണെങ്കിൽ മറ്റേ സംഖ്യ 7 ആയിക്കാണ് വരിക. കാരണം 32 കുറച്ചാൽ കിട്ടൂല. എക്സിന്റെ വില കിട്ടി 25. ഇനി ചെയ്യേണ്ടത് ഈ വില ഒന്നാമത്തെ ഇക്വേഷനിൽ കൊണ്ടേ കൊടുക്കുക. എക്സ് സമം 25 എന്നത് സമവാക്യം 1 ആരോപിക്കാം. ആരോപിക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് എക്സ് is equal to 25 in equation number 1. ഒന്നാമത്തെ ഇക്വേഷനിൽ എക്സിന്റെ അവിടെ 25 കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് എക്സ് equal to 25 in equation number 1. എക്സ് സമം 25 എന്നത് ഒന്നാമത്തെ സമവാക്യത്തിൽ ആരോപിച്ചാൽ അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നോ? ഇതാണ് ഒന്നാമത്തെ ഇക്വേഷൻ. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 30. ഈ 32 അതുപോലെ ഇതാ, വൈ അതുപോലെ ഇതാ. എക്സിന് പകരം നമുക്ക് കിട്ടിയ വില 25 കൊടുക്കും. ഇനി വൈ എഴുതാ ഈക്വൽ ടു 32 ഇടാം. ഇവിടുത്തെ പ്ലസ് 25 അങ്ങോട്ട് പോകും -20. അപ്പൊ വൈ ഈക്വൽ ടു 32 മൈനസ് 25. 32 കഴിഞ്ഞ് കുറച്ച് 7 ആകും. അപ്പൊ വൈന്റെ വില കിട്ടി 7. അപ്പൊ ഏതൊക്കെ സംഖ്യകള് 25ഉം 7ഉം ആണ്. നമ്പേഴ്സ് ആർ 25 and 7. സംഖ്യകള് 25ഉം 7 കേട്ടോ. എഴുതിക്കോളൂ. സംഖ്യകൾ 25,7. കഴിഞ്ഞാൽ പറയണം.
കഴിഞ്ഞോ? അപ്പൊ ടൈമായി. ഒരു ഹോംവർക്ക് കേട്ടോ. ഇതുപോലെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്ക്. തുക 19, വ്യത്യാസം 15 കേട്ടോ. ഒന്ന് ചെയ്ത് നോക്കണേ. തുക 19, വ്യത്യാസം 15. സമ്മ് 19, സമ്മ് 19 ആണ്. ഡിഫറൻസ് 15, ഡിഫറൻസ് 15 കേട്ടോ. ഓക്കെ, ലെഫ്റ്റ് അടിച്ചോളി മക്കളെ.